ഞാൻ ഏതിൽ പിടിക്കണ്ട എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് വിളിക്കുന്ന ജെയ്സി തോമസ്, യോഗി ആദിത്യനാഥിനെ ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് വിളിക്കുന്ന ജെയ്സി തോമസ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചതിനെ ഇരുന്ന് ന്യായീകരിച്ച് മെഴുകുക. സഹതാപം തോന്നുന്നുണ്ടോ ജെയ്ക്ക്? നെഞ്ചത്തെ കൈവച്ച് ആലോചിച്ച് നോക്ക്. ഫ്ലാഷ് ബാക്ക്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്, CPM-ന്റെ ഇടത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. യോഗി ആദിത്യനാഥ് ആ വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട് സർവധർമ്മ സമഭാവനയെ പറ്റി സംസാരിക്കുമായിരുന്നോ യോഗി? രാഷ്ട്രീയമൊന്നുമില്ലേ ജെയ്ക്ക്? ഈശ്വര ഇനി എന്ത് ചെയ്യും? ശബരിമലയിലേക്ക് എത്തിയ ഭക്തന്മാരുടെ ആഗോള സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൽ വിശ്വാസധാരയിൽ രാഷ്ട്രീയ വിശ്വാസം പല രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടാകാം. അവരിൽ ആര്? ഇതിൽ RSS ഉണ്ടോ? ഇതിൽ കോൺഗ്രസ് ഉണ്ടോ? പകൽ കോൺഗ്രസ് ആയും രാത്രി RSS ആയും പ്രവർത്തിക്കുന്ന മറ്റു ചില പ്രത്യേക അവതാരങ്ങളുണ്ടോ? ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. യോഗി ആദിത്യനാഥ് എഴുതിയൊരു കത്താണ് ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു വലിയ നേട്ടമായിട്ട് കാണിക്കുന്നത്. നാണമല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു സർക്കാർ മന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു കത്തയക്കുന്നു, അതിന്റെ സഹകരണം അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം ഒരു ആശംസ അയക്കുന്നു. അതൊക്കെ ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമല്ലേ? അതിനപ്പുറത്തേക്ക് എന്താണ്? അതിനകത്ത് എന്താണ് ഇതിനകത്ത്? അത് ഉയർത്തിപ്പിടിക്കുക. അതാണ് ഇപ്പോൾ ആകെ ഇവർക്ക് അഭിമാനകരമായിട്ടുള്ളത്. ഈ അയ്യപ്പ സംഗമത്തിൽ ആകെ അഭിമാനകരമായിട്ട് ഉണ്ട് എന്ന് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് യോഗിയുടെ കത്താ. അതിനപ്പുറത്തേക്കൊന്നും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആരാണ് ഈ ജയിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ? ആ സർട്ടിഫിക്കറ്റ് ഒക്കെ AK സെന്ററിൽ നിന്ന് മേടിച്ച് നിങ്ങളും കൈവച്ചാൽ മതി. RSSകാരന് സർട്ടിഫിക്കറ്റ് തരാൻ നിങ്ങളായിട്ടില്ല. മനസ്സിലായോ? നിങ്ങളാണോ സർട്ടിഫിക്കറ്റ് തരണം? RSSകാരുടെ അഭിപ്രായത്തിന് വില നിശ്ചയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അത് AK സെന്ററിലെ ക്യാപ്സൂൾ വിഴുങ്ങിയിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. എന്നോട് സംസാരിക്കാൻ നിങ്ങളായിട്ടില്ല കേട്ടോ. അതങ്ങ് 4 ആയിട്ട് മടക്കി വെച്ചാൽ മതി. ആരാണ് ഈ പറയുന്നത്? തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയെയും PDP-യെയും INL-യെയും മുസ്ലിം ലീഗിനെയും ഒക്കെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ആള്, മദനിയെ ഭീകരനായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയെ മഹാത്മാഗാന്ധി എന്ന് വിളിച്ച പാർട്ടിയുടെ ആ ആള് വന്ന് ഇവിടെ പറയാണ് യോഗിയാണ് വർഗീയവാദി, നരേന്ദ്രമോദിയാണ് വർഗീയവാദി എന്ന്. നിങ്ങളാരാണ് ഈ സർട്ടിഫിക്കറ്റ് തരാൻ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് 4 ആയിട്ട് മടക്കിയാൽ മതി. നിങ്ങളിപ്പോ മൂലൊക്കെ കേരളത്തിലെ ഒതുങ്ങി നിൽക്കുന്നതേ നിങ്ങളുടെ ഈ നിലപാട് കൊണ്ടാ. അതുകൊണ്ട് നിങ്ങൾ RSSനെയും ഞങ്ങളെയൊന്നും വർഗീയവാദത്തിന്റെ ആ തിട്ടൂരം ഇറക്കി പേടിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.